പാലിയേറ്റീവ് കെയറിന് സൗജന്യമായി ലഭിച്ച ആംബുലൻസ് 5 മാസം കഴിഞ്ഞിട്ടും നിർത്തിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ലഭിച്ച ആംബുലൻസാണ് ഓടിക്കാൻ ആളില്ലാത്തതിനാൽ ഉപകാരമില്ലാതെ കിടക്കുന്നത്. പുതുപുത്തൻ ആംബുലൻസ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒറ്റപ്പാലത്തെ ജ്വല്ലറി ശ്രീകൃഷ്ണപുരത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് സൗജന്യമായി നൽകിയതാണ് ആംബുലൻസ്. 5 മാസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ ആംബുലൻസ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് ഓഫീസിന് താഴെ കൂടുന്നിട്ടതാണ്. ഏറി വന്നാൽ ഒരു 25 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ആംബുലൻസ് ഓടിക്കുവാൻ ഡ്രൈവറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ദിവസവേതനത്തിൽ ഒരു ഡ്രൈവറെ നിയമിച്ചാൽ തന്നെ കിട്ടുന്ന ഓട്ടം കൊണ്ട് ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നാണ് പൊതുസമൂഹം പറയുന്നത്. ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ കവിത ഗോൾഡൻ ഡയമണ്ടിന്റെ ആളുകൾ ഏൽപ്പിച്ചൊരു ആംബുലൻസാണിത്. പാലക്കാടിന്റെ ബഹുമാനപ്പെട്ട MP ശ്രീകണ്ഠനാണ് കൈമാറിയത് ഈ ആംബുലൻസ്. ഈ ആംബുലൻസ് 5 മാസമായി ഇതിങ്ങനെ നിർജീവമായി കിടക്കുകയാണ്. പൊതുജനങ്ങൾക്ക് സേവനം ലഭിക്കേണ്ട ഈ ആംബുലൻസ് പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം ഇത് കൃത്യമായി ഉപയോഗിക്കാതെ ഈ ആംബുലൻസ് ഒരു നോക്കുകുത്തിയായി ഈ കൃഷിഭവന്റെ ശ്രീകൃഷ്ണപുരം കൃഷിഭവന്റെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഈ ആംബുലൻസ് കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് അതുപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട നല്ലൊരു ആംബുലൻസ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഈ മൂലയിൽ ഇടാനാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഈ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ആംബുലൻസ് കൈമാറിയത് നല്ലൊരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണ് കവിത ഗോൾഡൻ ഡയമണ്ട് കൈമാറിയത്. പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP ആണ് ഇത് ഇങ്ങോട്ട് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൈമാറിയത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ നിരുത്തരവാദമായ പെരുമാറ്റം, അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ മാറ്റിക്കൊണ്ട് ഈ ആംബുലൻസ് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രൂപത്തിൽ കൈമാറണം. അല്ലെങ്കിൽ വല്ല സാമൂഹിക സംഘടനകൾക്ക് ഇത് കൈമാറിക്കൊണ്ട് ഈ ആംബുലൻസിനെ നശിപ്പിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കിയ ഒരു ആംബുലൻസാക്കി മാറ്റണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ശ്രീകൃഷ്ണപുരത്ത് വിവിധ സാമൂഹിക സംഘടനകളിലെ ആംബുലൻസുകളുണ്ട്. അതൊന്നും ആവശ്യാനുസരണം ലഭിക്കുന്നത് കുറവാണ്. ശ്രീകൃഷ്ണപുരത്തെ തൊട്ട് പരിസര പ്രദേശ പഞ്ചായത്തുകൾക്കൊക്കെ ഈ ആംബുലൻസ് വളരെ ഗുണപ്രദമാക്കി തീർക്കും. എത്രയും പെട്ടെന്ന് ഈ ആംബുലൻസിന് പഞ്ചായത്ത് ഒരു ഡ്രൈവറെ ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇത് മാനേജ് ചെയ്യാൻ ഒരാളെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ തന്നെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ആംബുലൻസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി തീർക്കാൻ പഞ്ചായത്ത് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്. ശ്രീകൃഷ്ണപുരത്ത് മാത്രം 100 കണക്കിന് രോഗികൾക്ക് ആശ്വാസമാവേണ്ട വാഹനമാണ് ഇത്തരത്തിൽ അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്. M5 ന്യൂസ്, പാലക്കാട്.